2025 ഞാൻ പഠിച്ച പാഠം എൻ്റെ ജീവിതത്തിൽ നിന്ന് വലിയൊരു പാഠം പഠിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ വർഷത്തിലും അത് എനിക്ക് ഉപകാരമാവും കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ ചെറുപ്പം തൊട്ടിട്ട് എൻ്റെ അനിയനെ ഞാൻ കെയർ ചെയ്തതിനേക്കാളും എൻ്റെ അനിയനെ ചേർത്ത് പിടിച്ചതിനേക്കാളും കൂടുതൽ ഞാൻ സ്വന്തം പോലെ കണ്ട കുറച്ച് വ്യക്തികളുണ്ട്. അതിൽ ചില വ്യക്തികളിൽ നിന്നും, എല്ലാവരും നിന്നല്ല, ചില വ്യക്തികളിൽ നിന്നും എനിക്ക് വളരെ മോശപ്പെട്ടതായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ആ ഒരു വ്യക്തികളെ ഡിലീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് വെച്ചാൽ പക്ക, അതായത് എൻ്റെ സ്വഭാവം, ഞാൻ ഭയങ്കര ഇമോഷണൽ പേഴ്സൺ ആണ്. എനിക്ക് ഒരാൾ മിണ്ടിയില്ലെങ്കിൽ, ഞാൻ മിണ്ടിയില്ലെങ്കിലൊക്കെ എനിക്ക് ഭയങ്കര അത് മനസ്സിനെ ഹേർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തികളുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ബിക്കോസ് കുടുംബകലക്കികളാണ്, നമ്മുടെ കുടുംബത്തിനെ തന്നെ തമ്മിൽ തെറ്റിക്കാൻ ശ്രമിക്കുന്നവരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ലൈഫിൽ നിന്ന് മാറ്റുന്നതാണ് നല്ലത്. വീണ്ടും കൂട്ടം കൂടാൻ വന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്യൂച്ചറിലേക്കുള്ള എട്ടിൻ്റെ പണിയാണത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ എന്തായാലും അത്തരം വ്യക്തികളെ വീണ്ടും കൂടെ കൂട്ടാനോ അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കാനോ താല്പര്യപ്പെടുന്നില്ല. അത്രയേ ഉള്ളൂ. അതാണ് ഞാൻ 2025 പഠിച്ച ഏറ്റവും വലിയ പാഠം. നിങ്ങളും അത് ഫോളോ ചെയ്യാൻ ശ്രമിച്ചോളൂ മക്കളെ. അതൊരു അവാർഡ് കിട്ടിയ ഫീൽ ഉണ്ട് കേട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ വീഡിയോ കണ്ടുപോകുന്ന ആൾക്കാരും അത് എൻജോയ് ചെയ്യുന്നുണ്ട്, അത് നല്ല ഒരു പോസിറ്റീവ് വൈബിൽ എടുക്കുന്നുണ്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോഴും ഒരുപാട് സന്തോഷമല്ലേ. ആ ഒരു ഡിഫറൻസ് എന്തായാലും ഉണ്ടാവുമല്ലോ. സോ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് നോർമലി സംസാരിക്കുന്നത്. പേഴ്സണലി അറിയുന്നവർക്ക് അറിയാൻ പറ്റും, ഇങ്ങനെ വർത്താൻ പറഞ്ഞുകൊണ്ടിരിക്കും. സോ ഞാൻ വ്ളോഗ് ചെയ്യുമ്പോൾ വീഡിയോസ് യൂട്യൂബിലൊക്കെ ചെയ്യുകയാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ്, ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുക. നോർമലി ഇങ്ങനെ സംസാരിക്കാൻ അങ്ങനെ പറയും. അപ്പം അതൊരാൾ എൻജോയ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സംസാരം കേൾക്കാൻ ഒരു ദിവസം വീഡിയോ ഇടാഞ്ഞാലും മെസ്സേജ് വരും, എന്താ വീഡിയോ ഇടാത്തത്. സോ അത്തരം നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല, പക്ഷെ എന്നാലും ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. സോ താങ്ക് യു സോ മച്ച് ഡിയർ. 2025 മാത്രം ആക്കണ്ട, അങ്ങോട്ടും 26, 27, 28 ഞാൻ ഇന്ത്യക്ക് ലാസ്റ്റ് വരെ യൂട്യൂബ് ഉള്ളിടത്തോളം കാലം ഞാൻ വ്ളോഗ് ഇടും. അപ്പോൾ നിങ്ങൾ ഇനിയും കാണണം. ഓക്കെ, നല്ല ചോദ്യം. പേടി ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെലിവറിനേക്കാൾ കൂടുതൽ എനിക്ക് പ്രഗ്നൻസിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് പേടി. കാരണം എനിക്ക് അത്യാവശ്യം നല്ല വയറുണ്ടാവലുണ്ട്. പ്രീവിയസ് 2 ഡെലിവറി പ്രഗ്നൻസിയിലും എനിക്ക് നല്ല വയറുണ്ട്. അപ്പോൾ ഇത്തവണയാണെങ്കിലും എനിക്ക് വയറിന് അങ്ങനെ കുറവൊന്നുമില്ല. അപ്പോൾ ഇത്തവണ, അതായത് അല്ലുവിൻ്റെ നോർമൽ ഡെലിവറി ആയിരുന്നു, തുമ്പിയുടേത് സിസേറിയൻ ആയിരുന്നു. ഇപ്പോൾ മൂന്നാമത്തേത് ഇതിപ്പോൾ എന്തായാലും സിസേറിയൻ ആയിരിക്കും. അപ്പോൾ സിസേറിയൻ വൂണ്ട് ഉണ്ടല്ലോ നമ്മൾ സ്റ്റിച്ച്, അപ്പോൾ അത് ആലോചിച്ചിരിക്കും നല്ല പേടിയുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോൾ വയറ് വലുതാകുമ്പോൾ അത് വലിയോ അങ്ങനത്തെ ഒക്കെ പേടിയില്ല, ബ്ലീഡിങ് ഉണ്ടാവും, അങ്ങനത്തെ ഒക്കെ പേടിയില്ല, അങ്ങനത്തെ പേടിയുണ്ട്. അല്ലാതെ ഡെലിവറി ഓക്കെയാണ്, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ആൻഡ് ഡെലിവറി കഴിഞ്ഞിട്ട് സിസേറിയനെ കഴിഞ്ഞിട്ടുള്ള നടത്തം അതൊക്കെ ആലോചിക്കുമ്പോൾ കുറച്ച് പേടിയൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ എപ്പോഴും ഇപ്പോൾ ഡെലിവറിക്ക് പോകുന്നതിനും അയ്യോ എനിക്ക് എന്തേ പറ്റുമോ അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഫസ്റ്റ് ഡെലിവറിയൊക്കെ ആണെങ്കിലും നമുക്ക് ആലോചിക്കാൻ വേറെ ആരെയും കുറിച്ചില്ല. പക്ഷെ ഇപ്പം എന്ന് വെച്ചാൽ ആലോചിക്കാൻ എനിക്ക് 2 കുരുന്നുകളുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പേടി കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാത്തങ്ങനെ എല്ലാവരും ഭയങ്കര പ്രസവത്തിന് ഭയങ്കര സംഭവമാക്കി പേടിക്കുന്നത് അങ്ങനത്തെ പേടിയില്ല.